നോക്കിക്ക്, ഇന്ന് ഞാനൊരു കലക്കും. എടാ ഹോബി ചായ, നിന്നെ എൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സനാ, നിന്നെ കൊണ്ട് പറ്റും. ഇന്ന് ഹോബി ചായ മുട്ടുകുത്തി വീഴും. ഈ സന ആരാന്ന് കാണിച്ചു കൊടുക്കണുണ്ട് ഞാൻ. അങ്ങാർക്ക് എത്ര നേരം കൺട്രോൾ ചെയ്തിരിക്കാൻ പറ്റുമെന്ന് അറിയണമല്ലോ. ശരിയാക്കി തരാം. ഞാൻ കുട്ടിയാണത്രേ. ഇന്ന് വാ മനുഷ്യ, I'm waiting. കിച്ചണിൽ നിന്ന് നല്ല മണം വരണുണ്ടല്ലോ ജീനേച്ചി. ആരാ ഇന്ന് കുക്കിങ്? ഇന്ന് ഞങ്ങളാരുമല്ല, മാധവിയമ്മയാ. ആര്? ജനനിയുടെ അമ്മയോ? ആടാ, അമ്മ വന്നിട്ടുണ്ട്. എല്ലാരും റെഡി ആയിരുന്നോ? ഫുഡ് വരണുണ്ടേ. സാറക്കൊച്ചൻ ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ചായ, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും എല്ലാം ശരിയായി. സന എവിടെ ഹോബി? അവള് കഴിക്കുന്നില്ലേ? അവക്ക് വേണ്ടാന്ന്. ഞാൻ ഓഫീസിൽ നിന്ന് വന്നപ്പോ സ്ട്രോബെറി കൊണ്ടു കൊടുത്തു. അത് മൊത്തം ഒറ്റയടിക്ക് തിന്നിട്ട് ഒരു ബോധം ഇല്ലാണ്ട് അവിടെ കിടപ്പുണ്ട്. അമ്മ, ഫുഡ് സൂപ്പർ, പൊളിച്ചു, ഒരു രക്ഷയില്ല. അല്ല, ജാനി കഴിക്കാൻ വരുന്നില്ലേ? മോക്കുള്ളത് അമ്മ കൊണ്ട് കൊടുക്കാൻ മോനെ. കുറച്ച് കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ കഴിക്ക്. അമ്മച്ചി കൊണ്ട് കൊടുത്തിട്ട് വരാം. അമ്മ ഇരിക്കേ, ജാനിക്കുള്ള ഫുഡ് ഞാൻ കൊണ്ട് കൊടുക്കാം. വന്നപ്പോ തന്നെ അടുക്കള കയറിയതാ. അമ്മ ഇരുന്ന് കഴിക്കേ. അത് കുഴപ്പമില്ല മോളെ. കുഴപ്പമുണ്ട്. ഇരുന്നേ. എന്റെ മാധവി കൊച്ചി ആകെ അങ്ങ് ഇല്ലാണ്ടായി. ഇരുന്ന് വയറ് നിറച്ച് ഫുഡ് കഴിക്കും. ഞാനിത് ജാനിക്ക് കൊടുത്തിട്ട് വരാം. എന്റെ ജാനി കൊച്ച് കാര്യമായ ആലോചനയിലാണല്ലോ. സാറാ,
ഏയ് പയ്യെ, ഇപ്പൊ ഇങ്ങനെയൊന്നും ഓടിക്കൂടാ, എന്റെ കുഞ്ഞു വാവകത്തുണ്ട്. എന്നാ പറ്റി? ഭയങ്കര സ്നേഹമാണല്ലോ. നിന്നെ ശരിക്കും മിസ് ചെയ്തു. എന്നിട്ടാണോ എന്നെ അങ്ങോട്ട് കാണാൻ വരാഞ്ഞേ? അത് കൂടുതലൊന്നും ആലോചിക്കണ്ട. എന്റെ ജാനി കൊച്ചിന് ഇപ്പൊ വയ്യാണ്ടിരിക്കല്ലേ, അപ്പോ രാവിലെ മോർണിംഗ് സിക്നസ് ഒക്കെ കാണില്ലേ? സാരമില്ല. ആൻഡ് സോറി കുട്ട, എനിക്ക് രാവിലെ നല്ല തലവേദനയായിരുന്നു, മൈഗ്രെയിൻ്റെ. എത്ര വട്ടം ഛർദിച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. എന്റെ ജാനി കൊച്ചിനോ? എനിക്കൊരു കുഴപ്പമില്ലടാ. എന്നാലേ ഇന്ന ഈ കഞ്ഞി ഞാൻ കുടിച്ചേ. ഇപ്പോഴേയോ? അതിന് സമയം എന്തായെന്നും പറഞ്ഞ 9:30 ഇതങ്ങ് കുടിച്ചിട്ട് വേണം മരുന്ന് കഴിക്കാൻ. പെട്ടെന്നാകട്ടെ. എനിക്കിപ്പോ വേണ്ടടാ. അത് പറഞ്ഞാൽ ശരിയാവില്ല. എന്റെ കുഞ്ഞിനെ പട്ടിണിക്കിടാൻ എനിക്ക് പറ്റില്ല. നീ ഒറ്റയ്ക്കാണെ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ എന്റെ കുഞ്ഞുണ്ട് ഇപ്പൊ കൂടെ, അതുകൊണ്ട് നോ കോംപ്രമൈസ്. സാറമ്മ, നോ വേ, കുടിച്ചേ പറ്റൂ. സാറമ്മോളെ, ജാനി മുഴുവനും കുടിച്ചോ? ആ അമ്മ, ഒരു വിധത്തിലാ ഇത് മൊത്തം കുടിപ്പിച്ച. അവസാനം കുറച്ച് ഛർദിച്ചു കളഞ്ഞു. കുഴപ്പമില്ലടാ, ഇപ്പോ 4-ാം മാസമല്ലേ, ഛർദിലൊക്കെ കാണും. അവളിനി ഛർദിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് മോൾ എവിടെ? കിടന്നോ? ആ, നല്ല ഉറക്കത്തില്ല. ഉറക്കിത്തരാം, ഞാനെന്നങ്ങോട്ട് ചെന്നോട്ടെ. എന്നാ പിന്നെ മക്കളെല്ലാരും പോയി കിടന്നോ? അമ്മച്ചി ആ പാത്രം കൂടെ കഴുകി വെച്ചിട്ട് കിടക്കാം. അതൊന്നും വേണ്ട, അതിനൊക്കെ ഇവിടെ സെർവൻസ് ഉണ്ട്. അമ്മച്ചി ഇനി പോയി കിടന്നുറങ്ങിയേ മതി. ശരിയാ, അമ്മ പോയി കിടന്നോ, ഇനി ഉറക്കം കളഞ്ഞ് നിക്കണ്ട. സുഖിച്ച് കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ? ഡി ജനനി, ജനനി എഴുന്നേറ്റേ. എന്താ? എന്താണാവോ തമ്പ്രാട്ടിയുടെ ഉദ്ദേശം? എന്നെ ഉറങ്ങാനും വിടില്ലേ? ഉറങ്ങാലോ, പക്ഷേ അതിവിടെയല്ല. ദോ ആ കൗച്ചിൽ പോയി കിടന്നോ. അത് പിന്നെ എനിക്കിവിടെ കിടക്കാം. നിന്റെ അനുവാദമല്ല ഞാൻ ചോദിച്ചത്. ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് തന്നെ അവൻ്റെ പ്ലാനിങ് എന്താണെന്ന് അറിയണം, ഇല്ലെങ്കിൽ പ്രശ്നമാവും. പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ കണ്ട ചിപ്പ് എന്തായിരിക്കും?
സംഭവം വർക്കൗട്ട് ആവുന്നുണ്ട്. കർത്താവേ, ഇവരിത് എന്നാത്തിനുള്ള പുറപ്പാടാ? എന്നാ പറ്റി ഗോപിച്ചായ? എന്താ ഇങ്ങനെ നോക്കുന്നേ? നിന്റെ തുണി എവിടെടി? ഞാനിപ്പോ കുളിച്ചിട്ട് വന്നതല്ലേ ഉള്ളൂ, ഒന്ന് സമാധാനപ്പെട്. ഓ, ഇവളെന്നെ ചീത്തയാക്കും. എന്തായി ചായ? ഹേയ്, ഒന്നുമില്ല. ഓബി, കൺട്രോൾ കൺട്രോൾ. സത്യം പറഞ്ഞോളെ, നീ ഇത് മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്യുന്നതല്ലേ? അതെന്താ ഗോപിച്ചായ, പിച്ചേന് അങ്ങനെ തോന്നിയോ? കുരിപ്പ് കൊച്ചു പെൺകൊച്ചല്ലേന്ന് വെച്ച് വിട്ടപ്പോ അവക്ക് അഹങ്കാരം. ഇവളുടെ കുട്ടിക്കളി മാറാതെ ഒരു കുട്ടിയുടെ കാര്യം തന്നെ ചിന്തിക്കുന്നത് തെറ്റാ. ഓബി, കൺട്രോൾ. ഉള്ളു കയ്യിന്ന് പോയി. നീ തീർന്നടി മോളെ. സന, ഇത്രയും നാള് ഞാൻ എന്നെ തന്നെ എന്തിനാ ഇത്രയും കൺട്രോൾ ചെയ്യാൻ നിർത്തിയെന്ന് നിനക്ക് എന്ന് മനസ്സിലാവും. ചായ എന്താണാവോ, ഉറക്കത്തിൽ കഴുത്ത് കരിച്ച് കൊല്ലാനുള്ള പ്ലാനിങ് വല്ലതും ആയിരുന്നോ? നിന്നെ കൊല്ലാൻ എനിക്ക് അത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. എന്റെ തോക്കിലൊരു ബുള്ളറ്റ് തന്നെ ധാരാളം. എങ്കിലെന്തിനാ ഇത്രയും വെച്ച് താമസിപ്പിക്കുന്നത്? കൊന്നൂടെ? കൊല്ലുന്നില്ല ഞാൻ, പക്ഷേ അതിപ്പോഴല്ല. എല്ലാ തെളിവുകളോടും കൂടി നിന്നെ നിന്റെ പുറകെ നിന്ന് ചരട് വലിക്കുന്നവനെ പിടിച്ചിട്ട്.
തനിക്കിപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത് വെറും ഭംഗിവാക്കായി പോവും. മൊത്തത്തിൽ മരവിച്ചൊരവസ്ഥയാണ്. ഞാൻ സ്വപ്നം കണ്ടൊരു ജീവിതം ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിച്ച് തീർക്കണമെന്ന മോഹമായിട്ടാണ് ഞാൻ വിന്നിച്ചായനെ അന്വേഷിച്ച് ഇവിടെ വരെ വന്നത്. എന്നിട്ടിപ്പോൾ ഒന്നും അറിയാത്തൊരു പൊട്ടിയെ പോലെ സ്വന്തം ജീവിതം ആരുടെയൊക്കെ ഇഷ്ടത്തിന് വേണ്ടി ജീവിച്ചു തീർക്കുക. ഇതുവരെ എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇത്രയും കാലം അന്വേഷിച്ചു കിടന്ന വ്യക്തി എൻ്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടായിരുന്നെന്ന്. പക്ഷെ അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ വേണ്ടായിരുന്നെന്ന് തോന്നിപ്പോയി. താലി കെട്ടിയ പെണ്ണിൻ്റെ മുന്നിൽ വെച്ച് മറ്റൊരു പെണ്ണാണ് എൻ്റെ എല്ലാമെന്ന് പറഞ്ഞ് എന്നെ ഇല്ലാണ്ടാക്കി കളഞ്ഞു ചിമ്മിച്ചായ. ഞാൻ അറിഞ്ഞ വിന്നിച്ചായൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അതോ ഇനി അതും വെറും നാടകമായിരുന്നോ? ഹേയ്, അങ്ങനല്ല ജനനി. താൻ കത്തുകളിലൂടെ അറിഞ്ഞ വിന്നി അതായിരുന്നു ഞങ്ങളുടെ യഥാർത്ഥ വിന്നി. ഇപ്പോൾ ഞങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് മറ്റാരോ ആണ്. ഉള്ളിലെ പകയും വിദ്വേഷവും വാശിയും മാത്രം കൊണ്ട് നടക്കുന്ന ഏതോ ഒരാൾ. ഇതെല്ലാം ആരംഭിച്ചത് ആ നശിച്ച ദിവസമാണ്. അന്ന് ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തിൽ ജനനി മരിച്ചു എന്നറിഞ്ഞ ദിവസം. പക്ഷേ അന്ന് ഞാൻ രക്ഷപ്പെട്ടിരുന്നു. കണ്ണു തുറന്നപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിരുന്നു. ആ സംഭവത്തിന് ശേഷം 6 മാസം ഞാൻ കോമയിലായിരുന്നു. പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് വിന്നിച്ചായൻ എന്നെ കാത്തു നിന്ന പ്ലാറ്റ്ഫോമിലെ അപകടം ഉണ്ടായെന്ന് അറിഞ്ഞത്. ഒരിക്കൽ പോലും കണ്ടിരുന്നില്ലെങ്കിലും ജീവനെ പോലെ സ്നേഹിച്ചിരുന്ന എൻ്റെ ഇച്ചായനെ എനിക്ക് എന്നേക്കും നഷ്ടമായെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് എൻ്റെ അമ്മ ഒരു ലെറ്റർ എന്നെ ഏൽപ്പിച്ചത്. അതിൽ പറഞ്ഞിരുന്ന പ്രകാരം ഞാൻ ഇച്ചായനെ തേടി ഇവിടെ എത്തിയത്. ലെറ്ററോ? ആ ലെറ്ററിൽ എന്തായിരുന്നു? വിന്നിച്ചായൻ മരിച്ചിട്ടില്ല എന്നും അദ്ദേഹം ഇപ്പോഴും ജീവനോടുണ്ട് എന്നായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. ആ ലെറ്റർ ആരാ അയച്ചേ? അറിയില്ല. അതിൽ ഫ്രം അഡ്രസ് ഉണ്ടായിരുന്നില്ല. അമ്മയോട് ചോദിച്ചപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ആരോ അമ്മയുടെ കയ്യിൽ ഇത് ഏൽപ്പിച്ചതാണെന്നാണ് പറഞ്ഞത്. കൂടാതെ അതിൽ ഇച്ചായൻ പഠിച്ചിരുന്ന കോളേജിൻ്റെ ഡീറ്റെയിൽസും ഒരു വീടിൻ്റെ അഡ്രസ്സും ഉണ്ടായിരുന്നു. അവിടെയെല്ലാം ഞാൻ പോയി അന്വേഷിച്ചതാ. പക്ഷേ എല്ലാം വെറുതെ ആയിരുന്നു. ഇപ്പോൾ ഇച്ചായൻ്റെ കൂടെയുള്ള ആ പെങ്കുച്ചേതാ? അവളെന്തിനാ ജാനി എന്ന് വിളിക്കുന്നത്? അവളാരാണെന്ന് എനിക്കും അറിയില്ല. പക്ഷേ അവളാണ് ജാനി എന്നാ പറഞ്ഞത്. അവളുടെ കയ്യിൽ വിന്നി അയച്ച കത്തുകളും ഉണ്ടായിരുന്നു. അതെങ്ങനെ അവളുടെ കയ്യില്? ഞാനതൊക്കെ ഞങ്ങളുടെ ഇവിടുത്തെ പഴയ വീട്ടിലാണ് വെച്ചിരുന്നത്. ഇതിലെന്തോ കളി നടന്നിട്ടുണ്ട് ജനനി. നീ വെറുതെ ഇവിടെ എത്തിയതല്ല. നിന്നെ ഇവിടെ എത്തിക്കേണ്ടതും കൂടെ തന്നെ മരക്കാർ ഫാമിലിയുടെ നാശവും ഇത് രണ്ടും ഒരാളുടെ ലക്ഷ്യമാണ്. ചിമ്മിച്ചായ, എന്നോടൊന്ന് പറയാവോ? ഈ കുഞ്ഞെങ്ങനെയാ? ഈ കുഞ്ഞ് വിന്നിച്ചായൻ്റെ തന്നെയാണോ? അതോ 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 ഇച്ചായൻ പറയുന്ന പോലെ മറ്റാരുടെയെങ്കിലും? ജാനി, ഇത് ഫിന്നിയുടെ കുഞ്ഞ് തന്നെയാ. അവന്റെ സ്വന്തം ചോര. പക്ഷേ ഇതെങ്ങനെ? എപ്പോ? എനിക്കൊന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ഇത് വിന്നിച്ചായൻ്റെ സ്വന്തം കുഞ്ഞാണെങ്കിൽ എന്തിനു വേണ്ടി അദ്ദേഹം എന്നെ ഇത്രയും വെറുക്കുന്നത്? തന്നോട് എല്ലാം പറയണമെന്നുണ്ട് എനിക്ക്. പക്ഷേ നീ തനിയെ നിന്റെ മെമ്മറീസ് റിക്കവർ ചെയ്തെടുക്കണമെന്ന ഡോക്ടർ പറഞ്ഞത്. അതല്ലാതെ നിന്റെ ഓർമ്മകൾ നിന്നിലേക്ക് അടിച്ചേൽപ്പിച്ച അത് നിനക്ക് നിന്റെ കുഞ്ഞിനും ആപത്താ. ചിമ്മിച്ചായ, പ്ലീസ്.
ഇല്ല ജനനി, തൽക്കാലം നീ ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി. വിന്നി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയേ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ. ബട്ട് നിന്റെ ഓർമ്മകൾ തിരികെ കിട്ടിയാൽ നീ അവനെ ചിലപ്പോൾ എന്നേക്കുമായി വെറുത്തു പോവും. തൽക്കാലം ഈ കാര്യങ്ങളൊന്നും വിന്നി ഇപ്പോൾ അറിയണ്ട. കൃത്യമായ തെളിവുകളില്ലാതെ വിന്നിയുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്നത് അബദ്ധമായി പോവും. ജാനി എന്നും പറഞ്ഞ് ഇവിടെ വന്ന് കയറിയവളുടെ യഥാർത്ഥ ഉദ്ദേശവും ഇവക്ക് പിറകെ നിന്ന് കളിക്കുന്ന ആളെ നമുക്ക് കണ്ടെത്തണം.